ഈശോയെ സ്നേഹിക്കാൻ മത്സരിച്ചവൾ. ക്യാൻസർ കോശങ്ങൾ കണ്ണും കാതും കരളും വായും താടിയെല്ലും കാർന്നെടുത്തപ്പോഴും പുഞ്ചിരി തൂകിയവൾ. വേദനയാൽ പുളയുമ്പോൾ പോലും വേദന സഹിച്ച് നടന്നു തന്നെ പള്ളിയിൽ വരണമെന്ന് വാശി പിടിച്ചവൾ. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ പോലും ഈശോയെ തരണമെന്ന് നിർബന്ധം പിടിച്ചവൾ. വേദനകളുടെ ലോകത്തു നിന്ന് ദൈവം അവളെ തിരിച്ചു വിളിക്കാൻ സകലരും പ്രാർത്ഥിച്ചപ്പോഴും സഹനങ്ങൾ കൂടുതൽ തരാൻ ഈശോയോട് അപേക്ഷിച്ചവൾ. സകലരെയും അത്ഭുതപ്പെടുത്തിയ അജനയ്ക്ക് ഏറ്റവും ചേരുന്നത് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിന്റെ സഹോദരി എന്ന വിശേഷണം തന്നെയാകും. ആദ്യ കുർബാന സ്വീകരണ സമയം മുതൽ തന്നെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി അജനയ്ക്ക് ഉണ്ടായിരുന്നു. കോളേജ് പഠന കാലയളവിലും രോഗതീവ്രതയുടെ ദിനങ്ങളിലും വിശുദ്ധ കുർബാന അവൾ മുടക്കിയിരുന്നില്ല. ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അജന നയിച്ചത്. ക്യാൻസറിന്റെ അതികഠിനമായ രോഗപീഠകളുടെ നാളുകളിൽ പോലും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് അജന വാശി പിടിച്ചു. വിശുദ്ധ കുർബാനയായിരുന്നു അജനയുടെ ശക്തിയും ബലവും. രാജഗിരി കോളേജിൽ പഠിപ്പിക്കുവാനായി നിയമനം ലഭിച്ച അതേ ദിവസം തന്നെയാണ് അജനയുടെ ബയോപ്സി റിസൾട്ട് വന്നത്. താടിയെല്ലിന് സാർക്കോമ എന്ന വിഭാഗത്തിൽപ്പെട്ട ക്യാൻസർ ബാധിച്ചു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും രോഗബാധിതമായ ഭാഗം മുറിച്ചുകളഞ്ഞ് അവിടെ കാലിന്റെ ഒരു എല്ല് എടുത്തുവെച്ച് പിടിപ്പിക്കണം എന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷന് ശേഷം രണ്ടാമതും മൂന്നാമതും ക്യാൻസർ ബാധിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ദിവ്യബലികൾ വിലക്കപ്പെട്ടപ്പോഴും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ അവൾ കാണിച്ച നിർബന്ധ ബുദ്ധി അമ്പരപ്പിക്കുന്നതായിരുന്നു. രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരാഴ്ച അജനയുടെ ഇടവകയായ സെയിന്റ് പാട്രിക് ഇടവക വികാരി ഫാദർ ജീൻ ഫെലിക്സിന് തന്റെ അജപാലന ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. ആശുപത്രി മുറി ദിവ്യകാരുണ്യാരാധന ചാപ്പലാക്കി മാറ്റിയ ദിനങ്ങളായിരുന്നു അത്. അവൾക്ക് നൽകാനായി കൊണ്ടുപോകുന്ന തിരുവോസ്തിക്ക് മുന്നിൽ 1 മണിക്കൂറോളം സമയം മനസ്സുകൊണ്ട് സ്തുതിയാരാധനകൾ അർപ്പിച്ച ശേഷമാകും അവൾ ഈശോയെ നാവിൽ സ്വീകരിക്കുക. ഉച്ചസമയത്തെ വിശ്രമവേളയിൽ കോളേജിന് മറുവശത്തുള്ള മൊനാസ്ട്രി ചാപ്പലിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലിരിക്കുന്നത് അജനയുടെ ഒരു ശീലമായിരുന്നു. തൈക്കൂടം വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളി സെമിത്തേരിയിലാണ് അജനയെ സംസ്കരിച്ചത്. ക്യാൻസർ മൂലം മുഖത്തിന്റെ വിരൂപമായ ഇടതുവശം പഞ്ഞികൊണ്ട് മറച്ചുവെച്ചിരുന്നു. എന്നാൽ അവളുടെ സുഹൃത ജീവിതവും ആത്മാവിന്റെ വിശുദ്ധിയും ആർക്കും മറച്ചുവെക്കാൻ സാധ്യമായിരുന്നില്ല. അവളുടെ മുഖം അവസാന ദിവസങ്ങളിൽ വിരൂപമാക്കാൻ ക്യാൻസർ രോഗത്തിന് കഴിഞ്ഞിരിക്കാം. എന്നാൽ അവളുടെ ജീവിത വിശുദ്ധിക്ക് പരിക്കേൽപ്പിക്കാൻ ഒരു പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് നിസ്തർക്കമാണ്. അജനയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന തൈക്കൂടം വിശുദ്ധ റാഫേൽ മാലാഖ പള്ളി സെമിത്തേരിയിലെ കബറിടത്തിങ്കൽ വരും നാളുകളിൽ അനേകർ അജനയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാനായി വരുമെന്ന് ഉറപ്പാണ്. ക്രിസ്തുവിനായി ജീവിച്ച് ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ ഭക്തിയായി വരാപ്പുഴ അതിരൂപതയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അജന കേരള സഭയിൽ നിന്ന് അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാനായി നമുക്കും പ്രാർത്ഥിക്കാം.